അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ PSC പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് ഹാർദമായ സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള UP അറബിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. കഴിഞ്ഞ ഏതാനും ഭാഗങ്ങളിലൂടെ വ്യത്യസ്ത ആ ഏരിയകളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി. കൃത്യമായി ഓരോ ഭാഗവും എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്നും നമ്മുടെ പഠനത്തിൽ ഏതെല്ലാം രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നും തിരിച്ചറിയാനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെച്ചിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്ന സമയത്തും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാല ചോദ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി അതിന്റെ പാറ്റേൺ മാറുന്നത് നമ്മുടെ പഠനത്തിന്റെ അവസ്ഥ ഒന്നുകൂടി നന്നാക്കി എടുക്കണമെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ടെൻഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ എല്ലാവർക്കും എളുപ്പമുള്ള ഒരു ഏരിയ ആയിരിക്കും ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ആ ലിറ്ററേച്ചറിൽ നിന്ന് പോലും വന്ന ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു സാഹിത്യകാരനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിലൊരു ഏരിയയെ കുറിച്ച് പ്രധാനമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പഠനം ഉഷാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ടെൻഷൻ അടിച്ചുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ PSC പെട്ടെന്ന് ഒരുപക്ഷെ 1-2 ദിവസം കൊണ്ടൊന്നും ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒന്നും വരുന്ന ഒരു രൂപമല്ലുള്ളത്. ഒരു പക്ഷെ ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിലൊക്കെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ എക്സാം എന്ന് വന്നാലും നമുക്ക് അതിനു മുമ്പായി കൃത്യമായി ഷെഡ്യൂൾ പ്രകാരം സിലബസിലെ ഓരോ ഭാഗങ്ങളും പഠിക്കാനുള്ള നല്ലൊരു ചാൻസ് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കി ഇനിയുള്ള ദിനങ്ങളെ ഏറ്റവും വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തണം എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ്, അതിലിപ്പോ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ജാഹിലി, അതേപോലെ തന്നെ ഇസ്ലാമി, ഈ രണ്ട് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ്, അതുപോലെ നഖ്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ റെട്ടോറിക്, പ്രോസഡി, ബലാഗയും അറോദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. വഖദ് അജ്മഅത്തിൽ മസ്വാദിർ അല അന്നഹു അഹദസ ശുറാഇ സിന്നൻ വഅഖല്ലുഹും ഉംറൻ കാന ഫി ബീഅതിഹി കുല്ലുഹാ ശിആർ. ആരോ ഒരാളെ കുറിച്ച് ഉള്ള വിശേഷണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മൻ ഹുവ ഷാഇറുൽ മുഷാറു ഇലൈഹി എന്ന് വെച്ചാൽ എല്ലാ മസ്വാദിറുകളും അല്ലെങ്കിൽ എല്ലാ ഉറവിടങ്ങളും സാഹിത്യ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന എല്ലാ മസ്വാദിറുകളും ഏകകണ്ഠമായി പറയുന്നതനുസരിച്ച് ഫഖദ് അജ്മാഅത്തിൽ മസ്വാദിറു അല അന്നഹു എന്ന് വെച്ചാൽ താഴെ പറയപ്പെടുന്ന ഏതോ ഒരു കവി, ആ കവിയെ കുറിച്ചാണ് പറയുന്നത്. അന്നഹു അഹദസു ശുറാഇ സിന്നൻ, കവികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു. വഅഖല്ലുഹും ഉംറൻ, അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ആയുസ് നേടിയ ആളുമായിരുന്നു. കാന ഫി ബീഅതിഹി കുല്ലുഹാ ശിആർ, അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും കവിതയായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു വിശേഷണത്തിന് അർഹനായ കവി ആരാണ് എന്നാണ് അപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നു. പരമാവധി നമുക്ക് കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ തൊറഫത്ത് ബിൻ അബ്ദ്. തൊറഫയെ കുറിച്ച് നമുക്കറിയാം, ജാഹിലി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവിയാണ്. ഇവിടെ ഇപ്പോ അസ്ഹാബുൽ മുഅല്ലഖാത്തിൽപ്പെട്ട 4 പേരെ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇതിലേതായാലും സംശയങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് തൊറഫയായിരുന്നു. മാത്രമല്ല തൊറഫ
തന്റെ 26-ാമത്തെ വയസ്സിൽ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാലും അദ്ദേഹം അറിയപ്പെട്ടത് ഇബ്നുൽ അഷ്രീൻ, അതേപോലെ ഗുലാമുൽ ഖത്തീൽ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട ആളാണ്. ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടെങ്കിലും അദ്ദേഹം കവിതയുടെ രംഗത്ത് ഏറ്റവും പ്രസിദ്ധി നേടിയ ആളാണ്. അപ്പൊ അർത്ഥത്തിൽ നമുക്കിവിടെ സംശയമില്ലാതെ തന്നെ ആൻസറിലേക്ക് പോവാൻ പറ്റും. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ജാഹിലിയ ട്രേസറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അടുത്തത്, അസ്ലുക്കു മിൻഹും കമാ തുസല്ലു ഷഅറത്തു മിനൽ അജീബ് മനിൽ ഖാഇൽ. ആരാണ് ഈ ഒരു വാചകം പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ നമ്മൾ ഏകദേശം പഠിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല നമ്മൾ ഷുവർ ഷൂട്ടിൽ പോലും ഇതേ ക്വസ്റ്റ്യൻ, ഇതിന് സമാനമായ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണിത്. അല്ലെ, മുഖ്ദറമുൻ കവികളിൽ വളരെ പ്രസിദ്ധനായ ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഷാഇറുർ റസൂൽ അല്ലെങ്കിൽ ഷാഇറുൻ നബി എന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. ഇദ്ദേഹം യമൻകാരിൽപ്പെട്ട കവിയാണ്. എന്നാൽ ജനിച്ച് വളർന്നിട്ടുള്ളത് മദീനയിലാണ്. അൻസ്വാരികളിൽ പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളുമായി ബന്ധമുള്ള കവിയായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഖസാസ്ന, അതേപോലെ തന്നെ മുനാദറ, ഈ 2 കൊട്ടാരങ്ങളുമായി ബന്ധമുള്ള കവിയായിരുന്നു. ഏകദേശം 120 വർഷം ജീവിച്ചു എന്ന് പറയപ്പെടുന്നു. 60 വർഷം ജാഹിലി കാലഘട്ടത്തിലും 60 വർഷം ഇസ്ലാമിക കാലഘട്ടത്തിലും. അപ്പോ പ്രവാചകന്റെ കവികളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ പ്രയാസം നേരിട്ട ഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രവാചകർ. ആരാണ് ശത്രുക്കൾക്ക് കവിതയിലൂടെ തന്നെ മറുപടി നൽകുക എന്ന്. അപ്പോ ഹസാൻ പറഞ്ഞു, ഞാൻ മറുപടി നൽകാം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, ഞാൻ അവരിൽപ്പെട്ട ആളാണ്, എന്ന് വെച്ചാൽ ഖുറൈശികളിൽപ്പെട്ട ആളാണ്. അപ്പോ നീ അവരെ ആക്ഷേപിക്കുന്ന ഘട്ടത്തിൽ ഞാനും അവരിൽ ഉണ്ടല്ലോ, അപ്പൊ എന്നെ ആക്ഷേപിക്കുന്നതിന് സമമല്ലേ, എന്ന് വെച്ചാൽ ഞാൻ അവരിൽപ്പെട്ട ആളായതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ ഹസാൻ നൽകിയ മറുപടിയാണിത്. അസ്ലുക്കു മിൻഹും കമാ തുസല്ലു ഷഅറത്തു മിനൽ അജീൻ. ഒരു മാവിൽ നിന്ന് ഒരു മുടി നീക്കം ചെയ്യുന്നത് പോലെ താങ്കളെ ഞാൻ എന്ത് ചെയ്യും, അതിൽ നിന്ന് മുക്തമാക്കും, എന്നിട്ട് അവരെ ഞാൻ ആക്ഷേപിക്കുകയും ചെയ്യും എന്ന് മറുപടി നൽകിയ ഭാഗമാണിത്. അപ്പോഴാണ് പ്രവാചകർ പറഞ്ഞ വാചകം എന്ത്? ഉഹുജുഹും വമഅക റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്ന വാചകം. അതും സാധാരണ ചോദിക്കാറുണ്ട്, ആരോടാണ് പ്രവാചകർ ആ വാചകം പറഞ്ഞത്. ഇനി അടുത്തത് ഇനിയിപ്പോ മുഹല്ലറമോൻ കവികളുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന മറ്റൊരു ചോദ്യമാണ്. ലൈസ മിന ശഅറാഇൽ മുഖ്ലറമീൻ. മുഖ്ലറമോൻ കവികളിൽ പെടാത്തത് ആരാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അൽ ഖൻസാ, കഅബ് ഇബ്നു സുഹൈർ, അബുൽ അതാഹിയ, സുഹൈർ ഇബ്നു അബി സുൽമ. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. അങ്ങനെ ചോദ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും ഇതിൽ സാധ്യതയുള്ളതാണ് ആൻസർ കൊടുക്കേണ്ടത്. ഇതിലിപ്പോ നമുക്കൊക്കെ അറിയാം, 2 പേര് ഇപ്പൊ ഈ ഗണത്തിൽ വരാത്തവരാണ്. അപ്പോ ചോദ്യട്ടാളുടെ ചെറിയ ഒരു ധാരണ പിശക് കൊണ്ടായിരിക്കും ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ടാവാം. എന്നാൽ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്താൽ മാറുകയില്ലെങ്കിൽ, എന്ന് വെച്ചാൽ 2ഉം ആൻസറായി വരണം, സിയും ഡിയും ആൻസറായി വരണം. പക്ഷെ ചിലപ്പോൾ എന്തെയും മാറ്റൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൽ എന്തായിരുന്നാലും സാധ്യത ഉള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. കാരണം സുഹൈർ ഇബ്നു അബി സുൽമ അദ്ദേഹം ജാഹിലി കവിയാണെങ്കിലും ഇസ്ലാമിക കാലഘട്ടത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാള് എന്ന നിലയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടാവാം ചോദ്യട്ടാൾ എന്ത് ചെയ്തത്, അദ്ദേഹത്തെ മുഹ്ലറമുൻ കവികളിൽ എണ്ണിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് എന്ത് ചെയ്യുക, ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും ചിലപ്പോൾ ഒരുപക്ഷെ ഡി തെരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ ഡി കറക്റ്റ് ആൻസർ തന്നെയാണ്. ഇനി അഥവാ നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടൊന്നും മാറിയില്ല എന്ന് വിചാരിക്കുക, ആൻസർക്ക്
ഓപ്ഷൻ സി മാത്രമാണ് ഇപ്പോ വന്നിട്ടുള്ളത്. ഓപ്ഷൻ സി. അപ്പൊ അതില് അബുൽ അത്താഹിയ അബ്ബാസി കാലഘട്ടക്കാരനാണ്. എന്നുവെച്ചാൽ ഇസ്ലാമിക കാലഘട്ടം കഴിഞ്ഞ് ഉമവി കാലഘട്ടം കഴിഞ്ഞിട്ടാണ് അബ്ബാസി കാലഘട്ടം വരുന്നത്. അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവിയാണ് അബുൽ അത്താഹിയ. ഇതിലിപ്പോ രണ്ടുപേരാണ് യഥാർത്ഥത്തിൽ മുഖ്ദറമുൻ കവികളിൽ വരുന്നത്. ആരൊക്കെ? ഹൻസാവും അതേപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈറും. മുഖ്ദറമുൻ എന്ന് പറയുമ്പോൾ ഹുമുല്ലദീന അദ്റകു അൽ ജാഹിലിയ വൽ ഇസ്ലാം, രണ്ട് കാലഘട്ടവും ജീവിച്ച കവികൾക്കാണ് മുഖ്ദറമുൻ കവികൾ എന്ന് പറയുന്നത്. രണ്ട് കാലഘട്ടവും ജീവിച്ചാൽ പോരാ, കവികളാവുകയും കൂടി വേണം. എന്ന് വെച്ചാൽ രണ്ട് കാലഘട്ടത്തിലും കവിതകൾ രചിച്ച ആളുകൾക്കാണ് സാധാരണഗതിയിൽ അഷ്വാറ ഉൽ മുഖ്ദറമുൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു ചോദ്യത്തിൽ ഹൻസാവും കഅബ് ഇബ്നു സുഹൈറും, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്ത്, അതുപോലെ തന്നെ ഹുത്വയ്യ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അതിലെ പ്രധാനികളായ ആളുകൾ. സുഹൈർ ഇബ്നു അബി സൽമ അദ്ദേഹം ജാഹിലി കവിയാണ്. പ്രവാചകർക്ക് ബിഅസത്ത് ലഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഏതാനും ചെറിയ ഒരു കാലഘട്ടം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിക്കാൻ. ആ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? സുഹൈർ ഇബ്നു അബി സൽമ മരണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ആൾ എന്ത് ചെയ്തത്, അദ്ദേഹത്തെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി അബുൽ അത്താഹിയാണ്. അബുൽ അത്താഹിയ അബ്ബാസി കവികളിൽപ്പെട്ട ആളാണ്. ഇഷ്തഹറ ബി ഷിഅരി അസ്സുഹദി വൽ ഹിക്മ. ഇദ്ദേഹം ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത് സുഹദിയാത്തിലാണ്. അതുപോലെ തന്നെ ഹിക്മത്തിൽ കവിതകളുണ്ട്. അതേപോലെ ഇദ്ദേഹം എന്തായിരുന്നാലും മുഖ്ദറമുൻ കവികളിൽപ്പെട്ട ആളല്ല. ഓക്കെ, ഈ ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്തത്, ഇദ്ദേഹത്തെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ആൻസർ കീ ശരിക്ക് രണ്ടും ആൻസറായി വരണം. സുഹൈർ ഇബ്നു അബി സൽമ അതേപോലെ തന്നെ അബുൽ അത്താഹിയ, ഇവർ രണ്ടുപേരും ലൈസ മിനശ്ശുഅറ ഇൽ മുഖ്ദറമീൻ എന്ന ഗണത്തിൽ വരണം. ഇനി അടുത്ത ചോദ്യം, കാന യഖൂമുൻ നഖദ് ഫിൽ ജാഹിലിയ അല. ജാഹിലി കാലഘട്ടത്തിലെ നഖദ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്? അത്തഹലീലുൽ മൻഹജി, അൽ മൻഹജുൽ അഖ്ലി അൽ ഫൽസഫി, അൽ മഖായിസ് അൻ നദരിയ ബിൽ ബലാഗിയ, അൽ ദൗഖുൽ ഫിത്രി വൽ മുവാസനത്തുൽ ബസീത്ത. അപ്പോ അൽ ദൗഖുൽ ഫിത്രി എന്നാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുക. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ നഖദുമായി ബന്ധപ്പെട്ട് ഓൾറെഡി മനസ്സിലാക്കിയ ഒരു ഭാഗമാണിത്. നഖദ് എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ എന്നാണോ സാഹിത്യകാരൻ വന്നിട്ടുള്ളത് അന്ന് മുതൽ തുടങ്ങി എന്നുള്ളതാണ് നഖദുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത്, നാഖദീങ്ങൾ പറയുന്നത്. അതായത് ഒരു കവിത അല്ലെങ്കിൽ ഒരു പ്രസംഗം അത് നടത്തിയത് മുതൽ തന്നെ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. അത് തന്നെയാണ് നഖദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള നഖദായിരുന്നു ജാഹിലി കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും പഠനങ്ങളെ ബേസ് ചെയ്തിട്ടോ അതേപോലെ തന്നെ ഭാഷാ നിയമങ്ങളെ ബേസ് ചെയ്തിട്ടോ ഒന്നും ആയിരുന്നില്ല അന്നത്തെ നഖദ് എന്ന് പറയുന്നത്. മറിച്ച് കേവല ടേസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നഖദ് ചെയ്യുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോ അൽ ദൗഖുൽ ഫിത്വരി അതേപോലെ തന്നെ വൽ മുവാസനത്തുൽ ബസീത്വ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇപ്പോൾ ഇവിടെ ഇതിൽ കറക്റ്റ് ആയിട്ട് വരിക. എന്ന് വെച്ചാൽ അന്നത്തെ നഖദ് എന്ന് പറയുന്നത് ദൗഖിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഇനി അൽ മുഖാറനത്തുൽ ബസീത്വ അല്ലെങ്കിൽ അൽ മുവാസനത്തുൽ ബസീത്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മറ്റു കവികളുമായി അല്ലെങ്കിൽ കവിതകളുമായി ചെറിയ ഒരു തുലനം ചെയ്തുകൊണ്ട് നടത്തുന്ന പിന്നെ കവിതകൾ അല്ലെ. ഇപ്പൊ സാധാരണ നമ്മളൊക്കെ ഒരു കവിത കേൾക്കുമ്പോൾ മറ്റേ കവിതയെക്കാളും ഈ കവിത മികച്ചതാണ് എന്ന് പറയുന്ന കേവല താരതമ്യം, ലളിതമായ താരതമ്യം മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവിക സാഹിത്യ രുചിയും ലളിതമായ താരതമ്യവും ആയിരുന്നു അന്നത്തെ നഖദിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്.
എന്നതല്ലാതെ വലിയ സിദ്ധാന്തങ്ങളിലോ ശാസ്ത്രീയ രീതികളിലോ അധിഷ്ഠിതമായിരുന്നില്ല. ആ രൂപത്തിലായിരുന്നില്ല അന്നത്തെ കവിതകൾ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ സാഹിത്യങ്ങൾ വിലയിരുത്തിയിരുന്നത്. ഇനി സ്വാറൽ അദബു യഷ്മുലു ശിഅറ വൽ അൻസ്വാബ് വൽ അൻസാബ് വൽ അഖ്ബാർ ഫിൽ അസ്രിൽ ഉമവി. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വഹാദ തഹവ്വുൽ യുഷീറു ഇല, എന്നുവെച്ചാൽ ഉമവി കാലഘട്ടത്തില് സാഹിത്യം എന്ന് പറയുന്നത് അതെന്ത് ചെയ്തു? കവിത, അതേപോലെ തന്നെ അൻസാബ്. ഇൽമുൽ അൻസാബ് എന്ന് പറയുന്നത് നമുക്കറിയാം വംശാവലിയെ സംബന്ധിച്ചുള്ള പഠനമാണ്, അല്ലെ? കുടുംബ പരമ്പരയെ കുറിച്ചുള്ള പഠനം. വൈജ്ഞാനിക ശാഖ കൂടുതലായി വന്ന ഒരു കാലഘട്ടമാണ് ഉമവി കാലഘട്ടം. അതേപോലെ തന്നെ വല്ല അഖ്ബാർ, ചരിത്ര വിവരങ്ങൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതായി മാറി ഉമവി കാലഘട്ടത്തിലെ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വഹാദ തഹവ്വുൽ യുഷീറു ഇല, ഈ ഒരു മാറ്റം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇസ്തിഹാറു സിനാഅത്തുൻ നഹവിയ്യ, ഇൻഹിത്വാത്തു ദൗഖിൽ അറബി, ഇത്തിസാഉ മഫ്ഹൂമി സഖാഫത്തിൽ അദബിയ്യ, ളുഅഫുൻ നഖദിൽ അദബി. അപ്പൊ ഈ 4 ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. കാരണം കവിതയ്ക്ക് പുറമെ പിന്നെന്ത് ചെയ്തു? ഈ ഒരു 2 വൈജ്ഞാനിക ശാഖകൾ കൂടി ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ, ഉമവി കാലഘട്ടത്തിൽ പൊതുവെ നമുക്കറിയാം, ഇപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തെ, ജാഹിലി കാലഘട്ടത്തെയൊക്കെ അപേക്ഷിച്ച് ഒന്നുകൂടി എന്ത് ചെയ്തു? വൈജ്ഞാനിക ശാഖകൾ വർദ്ധിച്ചു വന്ന കാലഘട്ടമാണ്, പ്രത്യേകിച്ച് അവസാന കാലഘട്ടക്കായപ്പോഴേക്ക്. പിന്നെ ഒന്നുകൂടി പ്രക്ഷോഭിതമായത് അബ്ബാസി കാലഘട്ടത്തിലാണ്. എന്നാലും കവിതയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറിച്ച് കവിത, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൽമുൽ അൻസാബ്, പിന്നെ ഇൽമുൽ അഖ്ബാർ, അതുപോലെ തന്നെ ഭാഷാ നിയമങ്ങൾ കടന്നു വന്നത്, പിന്നെ സാമൂഹികമായ മറ്റു പല അറിവുകളും വന്ന ഒരു കാലഘട്ടമാണ് കവിതാ നിയമം. അത് ചെറിയ രൂപത്തിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഉമവി കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് എന്ന് പറയാം. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കാലഘട്ടത്തിൽ ഓപ്ഷൻ സി, ഇത്തിസാ മഫ്ഹൂമു സഖാഫത്തിൽ അദബിയ എന്നാണ് ഇപ്പോൾ ഈ കൂട്ടത്തിലൂടെ യോജിച്ചതായി വരുന്നത്. സാഹിത്യ സാംസ്കാരിക ധാരണയുടെ വ്യാപ്തി വർദ്ധിച്ചു എന്ന് നമുക്കിതിലൂടെ പറയാൻ പറ്റും. ഇത്തിസാ മഫ്ഹൂമു സഖാഫത്തിൽ അദബിയ, സാഹിത്യ സാംസ്കാരിക ധാരണയുടെ, അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക രംഗം എന്ത് ചെയ്തു? ഒന്നുകൂടി വ്യാപ്തി വർദ്ധിച്ചു എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് പറയാം. അടുത്തത് ഒരു ബഹറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അൽ ബഹറുല്ലദി ഉളീഫ ബഅദ അൽ ഖലീൽ വസുമ്മിയ ബിൽ ബഹർ അൽ മുത്തദാറക് ഹുവ മിൻ വദഇ. ആരാണ് ഈ ഒരു ബഹറുൽ മുത്തദാറക് എന്ന ആ ഒരു ബഹർ ആഡ് ചെയ്തിട്ടുള്ളത് ഖലീൽ ഇബ്നു അഹ്മദിന് ശേഷം? അവിടെ ഇപ്പൊ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അഖ്ഫഷ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൽ ഏത് അഖ്ഫഷ് ആണ്? ഇവിടെ ഇപ്പോ 3 പേരുകൾ ഇവിടെ ഉണ്ട്. അൽ അഖ്ഫഷ് അൽ ഔസത്ത്, അൽ അഖ്ഫഷ് അൽ കബീർ, അൽ അഖ്ഫഷ് അസ്വഗീർ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പൊ സാധാരണ എപ്പോഴും എല്ലാവരും എന്ത് ചെയ്യും? പറയും, നമ്മള് PSC LP UP എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് ചെയ്താൽ മതി? ഒന്ന് ചെറിയ രൂപത്തിൽ നോക്കി പോയാൽ മതി എന്നുള്ളതൊക്കെ നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ചോദിക്കുക വെച്ചാൽ ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ നോക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതായത് ഖലീൽ ഇബ്നു അഹ്മദിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ അല്പമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇതിപ്പോ അവിടുന്ന് പോയി ഈ അഖ്ഫഷിനെ കുറിച്ച് ഒന്നുകൂടെ ആഴത്തിൽ നോക്കിയെങ്കിലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അഖ്ഫഷ് എന്ന് പറയുന്നത് ഏത് അഖ്ഫഷാണ്? ഇപ്പൊ 3 തരം അഖ്ഫഷിനെ ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നുണ്ട്. 3 തരം അഖ്ഫഷ്. ഈ 3 പേരും പ്രസിദ്ധരായ ആളുകൾ തന്നെയാണ്. ഇവിടെ പോയി കൊടുത്തിട്ടുള്ള 3 ആളുകളും ആരൊക്കെയാണ്? ഒന്ന് അൽ അഖ്ഫഷ് അൽ ഔസത്ത്, അതേപോലെ അൽ അഖ്ഫഷ് അൽ കബീർ, പിന്നെ അൽ അഖ്ഫഷ് അസ്വഗീർ. ഒരു 3 പേരും പ്രസിദ്ധരാണ്. അതിലിപ്പോ
നമ്മള് ഈ പറയുന്ന ഖലീൽ ഇബ്നു അഹ്മദിന്റെ ശിഷ്യനും അതുപോലെ തന്നെ ഇൽമുൽ അറൂദിലെ 16ാമത്തെ ആ ബഹറിനെ പരിചയപ്പെടുത്തിയ ആൾ എന്നൊക്കെ പറയുന്നത് അൽ അഖ്ഫഷ് അൽ ഔസത്താണ്. അദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കിയിട്ടുണ്ടോ? നോട്ട് റെഡിയാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതിന് ശേഷമെങ്കിലും നമുക്ക് ഇപ്പൊ ഇത്ര ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഇനി പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് സ്വീകരിക്കേണ്ട നിലപാട്. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? അഖ്ഫഷ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അത് നോക്കിയില്ല. അൽ അഖ്ഫഷ് അൽ ഔസത്ത്. എല്ലാവരും ഇല്ലേ? ലൈവിലില്ലേ? അറിയില്ല സാറേ. അങ്ങനെ അറിയില്ല. അപ്പൊ ഏതായാലും അഖ്ഫഷ് അൽ ഔസത്ത് എന്ന് പറയുന്ന ആളാണ് ഇപ്പോ ഈ കൂട്ടത്തില് പിന്നെ ഖലീൽ ഇബ്നു അഹ്മദിന്റെ ശിഷ്യനും അതേപോലെ തന്നെ 16ാമത്തെ മുത്തദാറക് എന്ന് പറയുന്ന ബഹർ ആഡ് ചെയ്ത ആള്. സഈദ് ഇബ്നു മസ്അദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഈദ് ഇബ്നു മസ്അദ. ഇദ്ദേഹം ഈ കൂഫക്കാരും ബസറക്കാരും അല്ലെ, ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഇൽമുൻ നഹ്വിലെ നേതാക്കന്മാരായി അറിയപ്പെടുന്നത് നമുക്കറിയാം. അതിലിപ്പോ ബസറക്കാരുടെ ഇമാമുമാരിൽപ്പെട്ട ആളാണ്. സീബവൈഹിയിൽ നിന്നും ഇദ്ദേഹം നേരിട്ട് നഹ്വ് പഠിച്ച ആളാണ്. മാത്രല്ല സീബവൈഹിയുടെ അൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നമുക്കറിയാം ഷാമിലായ രൂപത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട ഇൽമുൻ നഹ്വിലെ ഗ്രന്ഥം. ആ ഗ്രന്ഥം സീബവഹിയിൽ നിന്ന് ആരും നേരിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. മറിച്ച് പിന്നീട് ഈ അഖ്ഫഷിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ കിതാബ് മറ്റുള്ള ആളുകൾ പഠിച്ചത്. എന്നുവെച്ചാൽ അത്രമാത്രം ഇദ്ദേഹം പ്രസിദ്ധനാണ് എന്നർത്ഥം ഇൽമുൻ നഹ്വിൽ. അതുപോലെ അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരു ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇൽമുൽ അറൂദിലെ ഖലീൽ ഇബ്നു അഹ്മദ് പരിചയപ്പെടുത്തിയ 15 ബഹറുകൾക്ക് പുറമെ 16ാമത്തെ ബഹർ അഥവാ ബഹറുൽ മുഹദ്ദസ് അല്ലെങ്കിൽ ബഹറുൽ ഖബബ് അല്ലെങ്കിൽ ബഹറുൽ മുത്തദാറക് ആഡ് ചെയ്ത ആളും ആരാണ്? ഈ സഈദ് ഇബ്നു മസ്അദ എന്ന് പറയുന്ന അഖ്ഫഷ് അൽ ഔസത്താണ്. ഇനി ഏതായാലും നമുക്ക് അത് മാറിപ്പോവുകയില്ല. ഇനി നമുക്കത് ഓർത്തു വെക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം. ഇൽമുൽ അറൂദ് എന്ന് ആകെ ആ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. അത് എത്ര പേരുടേത് ശരിയായിട്ടുണ്ടായിരുന്നു? അൽ അഖ്ഫഷ് അൽ ഔസത്തെ ആൻസർ ചെയ്തവര്? ഓക്കെ, ശരി. ഖാല തആല, ഇത് പിന്നെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. വയൗമ തഖൂമു സ്സാഅ യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ. എന്നിട്ട് അവിടെ സാഅത്തിന്റെ അടിയിൽ വരയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചോദിക്കുന്നത് ഹാദൽ ലഫ്ദു അസ്സാഅ മിസാലുൻ ലി. അപ്പൊ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ സാഅത്ത് എന്ന് ഒരു കലാമിൽ തന്നെ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ തന്നെ 2 തവണ വന്നു. അപ്പൊ ഒരേ രൂപത്തിലുള്ള 2 പദങ്ങൾ വരുന്നു. കേൾക്കുമ്പോൾ അവ രണ്ടും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ രണ്ടും ഒരുപോലെയാണ്. എന്നാൽ 2 അർത്ഥത്തിലാണ് അതിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വയൗമ തഖൂമു സ്സാഅ എന്ന് പറയുമ്പോൾ അവിടെ അന്ത്യനാളിനെ കുറിക്കാനാണ് അസ്സാഅ എന്നവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പിന്നെ യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅത്തിൻ, എന്നുവെച്ചാൽ വളരെ ചെറിയ ഒരു സമയമല്ലാതെ അവരെന്ത് ചെയ്തിട്ടില്ല, ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്നായിരിക്കും അവരെന്ത് ചെയ്യുക, സത്യം ചെയ്ത് പറയുക എന്നാണ്. അപ്പൊ അവിടെ ചെറിയ സമയം എന്ന അർത്ഥത്തിലും പ്രയോഗിച്ചു. അപ്പൊ 2 അർത്ഥത്തിൽ ഈ സാഅത്ത് എന്നവിടെ പ്രയോഗിച്ചു. പിന്നെയോ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സാഅത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 കാര്യങ്ങളിൽ ഈ ആവർത്തിച്ച് വരുന്ന 2 പദങ്ങൾ യോജിച്ചു വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ജിനാസ് താം എന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? പറയും. 4 കാര്യങ്ങളിൽ ഈ 2 പദങ്ങളും യോജിച്ചു വരികയാണെങ്കിൽ അത് ജിനാസ് താം ആയിരിക്കും. നൗഉൽ ഹുറൂഫ്, ശക്ലുൽ ഹുറൂഫ്, തർത്തീബുൽ ഹുറൂഫ്, അദദുൽ ഹുറൂഫ് അല്ലെ, ഇങ്ങനെ 4 എണ്ണം. അപ്പൊ ഈ 4ലും ഒരേപോലെയാണെങ്കിൽ അതാണ് ജിനാസ് താം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജിനാസ് താമിനുള്ള ഒരു മിസാലാണിത്. പലതവണ വന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇനി ഈ എക്സാമിന് വന്നതല്ലെങ്കിലും ജിനാസ് എത്ര രൂപത്തിലുണ്ട് എന്ന ഒരു ചോദ്യം മുമ്പ്
കേട്ടത്തിന് ചോദിച്ചതാണിത്. അത് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്, നമുക്കൊന്നുകൂടെ ഓർത്ത് പോവാൻ. അൽ ജിനാസ്, ജിനാസിന്റെ രണ്ടിനങ്ങൾ ഏതൊക്കെയാണ്? താമ്, ഗൈറുത്താം, അല്ലെങ്കിൽ ജിനാസ് താമ്, ജിനാസ് നാഖിസ് എന്നും പറയാറുണ്ട്. ജിനാസുൻ താം, ജിനാസ് ഗൈറുത്താം, അല്ലെങ്കിൽ ജിനാസ് ജിനാസ് നാഖിസ്. അതുകൂടി ഓർത്തു വെക്കുക. അപ്പം നാഖിസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഗൈറുത്താം ആവുമ്പോൾ ഈ ആവർത്തിച്ച് വരുന്ന രണ്ട് പദങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യുക, വ്യത്യാസം വരിക എന്ന് വെച്ചാൽ നൗഉൽ ഹുറൂഫിലോ അദദുൽ ഹുറൂഫിലോ തർത്തീബുൽ ഹുറൂഫിലോ ഷക്ലുൽ ഹുറൂഫിലോ ഈ നാലിൽ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസപ്പെട്ടാൽ അത് ഗൈറുത്താമായി മാറി. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. ഇവിടെ ഒരായത്താണ് എടുത്തു കൊടുത്തത്. ഖൗലുഹു തആല അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ ഹാദാ മിസാലുൻ ലി. ഓക്കെ, ഇത് മുഖാബല എഴുതിയ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ കൂട്ടത്തില്? മുഖാബല എത്ര പേര് മുഖാബല കൊടുത്തു? ശരിക്കും ഇത് ഏതാ വരേണ്ടത്? മുഖാബല അല്ലേ വരേണ്ടത് സാർ? ആരാണ് ചോദിച്ചത്? എന്തുകൊണ്ട് മുഖാബല വരും? അത് രണ്ടിൽ കൂടുതലായിട്ടുള്ള പദങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോ അങ്ങനെയാണെങ്കിൽ അതായത് ഇത് നമ്മള് പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എന്തായിരുന്നാലും തിബാക്ക് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയി വരിക. ഇവിടെ ഇപ്പോ അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, അവിടെ ലൈല് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വന്നു, നഹാർ വന്നു. അതേപോലെ അടുത്തത് പിന്നെ സിർറ് വന്നു, അതിന്റെ ഓപ്പോസിറ്റ് അവിടെ അലാനിയത്ത് വന്നു. അപ്പൊ അതുകൊണ്ടത് തിബാക്കേ ആവുകയുള്ളൂ. ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇനിയിപ്പോ ചാലഞ്ചിന് ശേഷം ചിലപ്പോ ആൻസർ കീ മാറാം. പക്ഷെ എന്നാലും ശരിക്കത് രണ്ട് തിബാക്കുകൾ വന്നതിനുള്ള എക്സാമ്പിൾ ആണത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ആൻസർ കീ വന്നത് കറക്റ്റ് ആണ്. ഏതുപോലെ നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് വേറൊരു ചോദ്യം ഇതേപോലെ കാണിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു അല്ലേ? അപ്പോ പിന്നെ വിശുദ്ധ ഖുർആനിലെ തന്നെ മറ്റൊരു ആയത്താണത്. വലല്ലുലുമാതു വലന്നൂർ വലല്ലില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. പലതവണ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ആൻസർ അല്ല ഈ ഒരു പിന്നെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഇവിടെ ലുലുമാത്ത് ഉണ്ട്, അതേപോലെ ലില്ലുണ്ട്, പിന്നെ അഹ്യ ഉണ്ട്. അപ്പൊ മൂന്ന് ആശയങ്ങൾ അവിടെ വന്നു. ഇനി അവയുടെ ഓപ്പോസിറ്റ് ആണ് ഏത്? ലുലുമാത്തിന്റെ ഓപ്പോസിറ്റ് നൂറ്, ലില്ലിന്റെ ഓപ്പോസിറ്റ് ഹറൂറ്, അതേപോലെ തന്നെ അഹ്യാന്റെ ഓപ്പോസിറ്റ് അംവാത്ത്. അപ്പൊ ഇവിടെയും ഒന്നിലധികം വന്നിട്ടുണ്ട്. പക്ഷെ ഓരോന്നും അവിടെ തന്നെ തീരാണ്. എന്ന് വെച്ചാൽ ഒരു തിബാക്ക് ആദ്യം ലുലുമാത്ത് നൂറ്, അപ്പൊ ഒരു തിബാക്ക് അവിടെ കഴിഞ്ഞു. പിന്നെ അടുത്ത തിബാക്കാണ് ലില്ല് ഹറൂറ്, പിന്നെയോ അടുത്തത് അഹ്യാ അംവാത്ത്. അപ്പൊ ഇത് ഓരോന്നും ഓരോരോ തിബാക്കുകളാണ്. എന്നാൽ നമ്മളിപ്പോ മുഖാബലയുടെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോ തിബാക്കാവുമ്പോ അൽ ജംഉ ബൈന ഷൈഇ വദിദ്ദിഹി ഫിൽ കലാം, ഒരാശയവും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ ഒരുമിച്ച് കൂട്ടുന്നതിനാണ് തിബാക്ക് എന്ന് പറയാം. ഏതുപോലെ ഇപ്പൊ ഈ വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്, ഇവിടെ ഇപ്പൊ ഐഖാല് റുഖൂദ് അതെന്ത് ചെയ്തു? ഒരു കലാമിൽ ഒരുമിച്ച് കൂട്ടി. ഇനി ഒന്നിലധികമായാൽ അത് മുഖാബലയാവും. പക്ഷെ ആ ഒന്നിലധികം ആവുമ്പോൾ അവിടെ ഒന്നിലധികം എന്ന് മാത്രമല്ല പറയുന്നത്. അവിടെപ്പോ ഔ അക്സർ, രണ്ടോ അതിലധികമോ ആശയങ്ങൾ കൊണ്ടുവരപ്പെടാം. തർത്തീബ്, അപ്പൊ രണ്ടോ അതിലധികമോ ആശയങ്ങൾ ആദ്യം കൊണ്ടുവന്ന് പിന്നെയാണ് പിന്നെ കൊണ്ടുവരപ്പെടുന്നത് ബിമാ യുഖാബിലു ദാലിക അല തർത്തീബ്. അതിനുള്ള ഉദാഹരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ മുത്തനബിയുടെ ഈ കവിത അസൂറുഹും വസവാദുൽ ലൈലി യശ്ഫഉ ലി. അപ്പൊ ഇവിടെ നോക്കൂ, അസൂറു സവാദ് ലൈല് യശ്ഫഉ ലി, ഇങ്ങനെ അഞ്ചാശയങ്ങൾ അത് ആദ്യം കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? സുമ്മയുത്ത, പിന്നെ കൊണ്ടുവരപ്പെടും ബിമാ യുഖാബിലു ദാലിക അല തർത്തീബ്, ആ ആദ്യം കൊണ്ടുവന്ന ആശയങ്ങൾക്ക് മുഖാബലയായിട്ടുള്ളത്, എതിരായിട്ടുള്ളത് ആ ഒരു ഓർഡറിൽ തന്നെ പിന്നീട് കൊണ്ടുവരപ്പെടും. അപ്പൊ ആ ഓർഡർ ഇവിടെ കാണാം. അസൂറു എന്നുള്ളതിന്റെ അൻസനി, സവാദ് ബയാദ്, ലൈല് സുബ്ഹ്, യശ്ഫഉ യുഗ്രി ലി ബി. അതേപോലെ ഇനിയിപ്പോ നിങ്ങൾ ഏത് മുഖാബലക്ക് വന്ന ഏത് ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാലും
ഇതേപോലെ നമുക്ക് ഈ ഒരു തുടർച്ച കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആദ്യം 2 ആശയങ്ങൾ അല്ലെങ്കിൽ 3, 4, 5, 6 എത്രയോ ആശയങ്ങളാവട്ടെ അത് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെയാണ് അതിന് ശേഷം എന്ത് ചെയ്യുക, ആദ്യം കൊണ്ടുവന്നതിന്റെ ഓപ്പോസിറ്റ്, പിന്നെ കൊണ്ടുവന്നതിന്റെ ഓപ്പോസിറ്റ്, അങ്ങനെ ആ ഒരു ക്രമത്തിൽ കൊണ്ടുവരപ്പെടും. അത് കൃത്യമായി അങ്ങനെ തന്നെ എന്ത് ചെയ്യേണ്ടത് അതിന്റെ കായികയിൽ പറയുന്നുണ്ട്. മറ്റതിപ്പോ എന്തേ ഉള്ളൂ, ഇതിപ്പോ ഓരോന്നും ഓരോ തിബാക്കുകളാണ്. എന്നുവെച്ചാൽ 2 തിബാക്ക് എന്നേ ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ലൈല്, നഹാറ്. ഇത് അല്ലെങ്കിൽ എങ്ങനെ വരണം, ലൈല് എന്നും സിറ് എന്നും ആദ്യം കൊണ്ടുവരണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, നഹാറ് അതേപോലെ അലാനിയത്ത് എന്ന ഒരു ഓർഡറിൽ കൂടി വരികയാണെങ്കിലാണ് അത് മുക്കാബലയായി മാറുക. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി അൽ ഇസ്തിആറത്തു ഹിയ, ഇസ്തിആറ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏതാണ്? തശ്ബീഹുൻ ഹുദിഫ അഹദു ത്വറഫൈഹി മാ ഖലത് മിൻ മുലായിമിൽ മുശബ്ബഹി അൻ യുഖാല ലിഖായിലിഹ ഇന്നഹു സ്വാദിഖുൻ ഫീഹി ഔ കദിബ് മാ ഖലത് മിൻ മുലായിമിൽ മുശബ്ബഹി ബിഹി. സിമ്പിൾ ആണ്. മാത്രമല്ല ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഇസ്തിആറക്ക് 2 താരീഫ് 2 രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണത് തശ്ബീഹുൻ ഹുദിഫ അഹദു ത്വറഫൈഹി. ഇവിടെ ഇപ്പൊ തശ്ബീഹുൻ ബലീഗുൻ എന്നുകൂടെ വേണം, അപ്പോഴാണ് ശരിക്കും പൂർണ്ണമാവാം. തശ്ബീഹുൻ ബലീഗുൻ ഹുദിഫ അഹദു ത്വറഫൈഹി എന്ന് വെച്ചാൽ തശ്ബീഹ് ബലീഗാണ് ഇസ്തിആറ, അതാണ് അതിന്റെ അടിസ്ഥാനം. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ത്വറഫ്, ത്വറഫ അത്തശ്ബീഹ് എന്ന് പറയുന്നത് മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയാണ്. അപ്പൊ അതില് ഒന്നുകിൽ മുഷബ്ബഹ് അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹി കളയപ്പെട്ട രൂപം, അതിനാണ് എന്ത് പറയുന്നത്, ഇസ്തിആറ എന്ന് പറയുന്നത്. ഏതുപോലെ ഇപ്പൊ നമ്മള് തശ്ബീഹ് എന്ന് പറയുന്നത് മബ്നിയത്തുൻ അല തശ്ബീഹ് അല്ല, പിന്നെ ഇസ്തിആറ എന്ന് പറയുന്നത് തശ്ബീഹിന്മേൽ ആണത് സ്ഥാപിക്കപ്പെടുന്നത്. അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് തശ്ബീഹുൻ ബലീഗുൻ അഹദു ത്വറഫൈഹി എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ മുഹമ്മദുൻ അസദുൻ, നമ്മൾ മുമ്പ് ഇതേപോലെ ഈ സ്ലൈഡ് തന്നെ കാണിച്ച് ഈ വിഷയം പഠിച്ചതാണ്. ചിലപ്പോൾ ഇവിടെ മുഹമ്മദുൻ അസദുൻ എന്ന് പറയുന്നത് തശ്ബീഹുൻ ബലീഗാണ്. ഇവിടെ ഇപ്പോ മുഷബ്ബഹ് മുഷബ്ബഹ് ബിഹി ഇത് 2 മാത്രമേ ഉള്ളൂ. അദാത്തും വജ്ഹു ശബഹും കളയപ്പെട്ടത് കൊണ്ട് തന്നെ തശ്ബീഹ് ബലീഗാണ്. ഇനി നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യാണ്, മുഹമ്മദ് എന്നതിനെ കളയാണ്. എന്നിട്ട് മുഹമ്മദ് നന്നായിട്ട് പ്രസംഗിക്കുന്നതായി നമ്മൾ കണ്ടപ്പോൾ നമ്മൾ പറയാണത് റഅയ്തു അസദൻ യഖ്തുബു അലൽ മിമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്തു, മുഹമ്മദ് എന്ന മുഷബ്ബഹിനെ നമ്മൾ കളഞ്ഞു, അസദ് മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനാണ് എന്ത് പറയുന്നത്, ഇസ്തിആറ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇസ്തിആറയുടെ ഒരു രൂപമാണ്, മുഷബ്ബഹ് കളയപ്പെട്ട രൂപം. ഇനിയോ അതേ കാര്യം തന്നെ വേറെ രൂപത്തിൽ പറയാണ്, മുഹമ്മദുൻ യഫ്തരിസുൽ അദാഅ ഫിൽ മഅറക. മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് യഫ്തരിസുൽ അദാഅ ഫിൽ മഅറക, പോർക്കളത്തിൽ എന്ത് ചെയ്യുന്നു, ശത്രുക്കളെ വേട്ടയാടുന്നു. അപ്പൊ അവിടെ ഇഫ്തറസ എന്ന പ്രയോഗം ശരിക്ക് ഒരു പിന്നെ സിംഹവുമായി ബന്ധപ്പെട്ട വിശേഷണമാണ്, അതിന്റെ ലാസിമാണ്, അതിന്റെ സിഫത്താണ്. അപ്പോ ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നു, മുഹമ്മദുൻ കൽ അസദി യഫ്തരിസുൽ അദാഅ ഫിൽ മഅറക എന്നാണ് താല്പര്യം. പക്ഷെ അവിടെ അസദ് എന്ന മുഷബ്ബഹ് ബിഹി അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ മുഷബ്ബഹ് ബിഹി കളയപ്പെട്ട് ആ മുഷബ്ബഹ് ബിഹിയുടെ ഒരു ലാസിം, ഒരു സിഫത്ത് അവിടെ പറഞ്ഞു, യഫ്തരിസുൽ അദാഅ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മുഷബ്ബഹ് ബിഹിയാണ് കളയപ്പെട്ടത്. അപ്പൊ അതും എന്തെന്നാണ്, ഇസ്തിആറയുടെ രൂപമാണ്, ഹുദിഫ അൽ മുഷബ്ബഹ് ബിഹി. ഓക്കെ, അപ്പൊ അതാണ് തശ്ബീഹുൻ ബലീഗുൻ ഹുദിഫ അഹദു ത്വറഫൈഹി എന്ന് ഇസ്തിആറയുടെ നിർവചനമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വന്നത് ഇങ്ങനെയാണ്, ഇതും ഇതേ എക്സാമിന് തന്നെ ചോദിച്ചതാണ്. ഫി ഖൗലിഹി തആല, ഇവിടെ ഒരു ആയത്താണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചോദിച്ചു, ഉലൈകല്ലദീന ഇശ്തറവുൽ ളലാലത ബിൽ ഹുദ ഫമാ റബിഹത് തിജാറതുഹും അയ്യു നൗഇൻ മിൻ അൻവാഇൽ ഇസ്തിആറ യദ്ഹറു ഫിൽ ആയ. ഇവിടെ ഏത് ഇസ്തിആറയാണ് ഈ ആയത്തിൽ പ്രകടമായിട്ടുള്ളത്? അപ്പൊ ഇവിടെ ഇസ്തിആറയുണ്ട്, അത് താഴെ കൊടുത്തതിൽ ഏത് ഇസ്തിആറയാണ്? ഇസ്തിആറ തംസീലിയ, ഇസ്തിആറ മുജറദ, ഇസ്തിആറ മുറശ്ശഹ, ഇസ്തിആറ മുത്ലഖ.
തംസീലിയ ഏതായാലും അല്ല. തംസീലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വാചകം മുഴുവനായിട്ട് തന്നെ ഇസ്തിയാറയായി പ്രയോഗിക്കുമ്പോഴാണ് ഇസ്തിയാറ തംസീലിയാവുക. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. മനസ്സിപ്പോ ഇവിടെ ഈ മൂന്നെണ്ണത്തിൽ ഏതോ ഒന്നാണ്. ഇസ്തിയാറ മുജറദ, ഇസ്തിയാറ മുറഷഹ, ഇസ്തിയാറ മുത്തലഖ. ഓക്കെ, ആൻസറുകൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും ആൻസർ ചെയ്തിട്ടില്ലല്ലോ. ആകെ കുറച്ച് ആളുകളെ ആൻസർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ തെറ്റിക്കോട്ടെ, എന്നാലും നിങ്ങൾ ഇനി തെറ്റാതിരിക്കാനൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ മൂന്ന് വിഭജനം പറയുന്നിടത്ത് നമ്മൾ ഇതിന്റെ ബേസ് മനസ്സിലാക്കേണ്ടത് ഇസ്തിആറ പൂർത്തിയായ ശേഷം പിന്നെ എന്തെങ്കിലും വാചകങ്ങൾ വന്നിട്ടുണ്ടോ, ആ വന്ന വാചകങ്ങൾ അവിടെ മുഷബ്ബഹായിട്ടോ അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹി ആയിട്ടോ ബന്ധമുള്ളതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെ, അതിനനുസരിച്ചാണ് ഇപ്പൊ ഈ ഒരു വിഭജനം വരുന്നത് ഇസ്തിആറയുടെ. അതിലിപ്പോ ഒന്നുകിൽ മുഷബ്ബഹായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇസ്തിആറ മുജറദയായിരിക്കും. ഇനി അതല്ല മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇസ്തിആറ മുറഷഹയായിരിക്കും. ഇനി രണ്ടുമായി ബന്ധപ്പെട്ടത് വന്നിട്ടില്ല, അല്ലെങ്കിൽ രണ്ടുമായി ബന്ധപ്പെട്ടത് വന്നു, അങ്ങനെ രണ്ടാണെങ്കിലും ഏതായിരിക്കും? ഇസ്തിആറ മുത്തലഖയായിരിക്കും. അപ്പോ ഇസ്തിആറ പൂർത്തിയായ ശേഷമാണ് അവിടെ പരിഗണിക്കുക. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഉലൈകല്ലദീന ഇശ്തറവുൽ ളലാലത ബിൽ ഹുദ ഫമാ റബിഹത് തിജാറത്തുഹും എന്നാണ്. ഇവിടെ അവരെ കുറിച്ച് അഥവാ ഒരു വിഭാഗത്തെ കുറിച്ച് പറയാണ്. അല്ലെ, സത്യനിഷേധികളായ ആളുകൾ അവരെന്ത് ചെയ്തു വെച്ചാൽ ലലാലത്താണ് അവരെന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിനു പകരം? ഹുദക്ക് പകരം. അപ്പൊ സന്മാർഗത്തിന് പകരം അവർ ദുർമാർഗത്തെ തെരഞ്ഞെടുത്തു എന്നാണ് ഇപ്പൊ ശരിക്കും അവിടെ. അതാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പൊ അതിനെ അള്ളാഹുവോടെ ഇഖ്തിയാർ എന്നല്ല പ്രയോഗിച്ചത്. അല്ലെ, ഇഖ്തിയാർ എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കലാണ്. ഇഖ്തിയാറു അൽ-ലലാലയാണ് ഇപ്പൊ ശരിക്കും ഇവിടെ ഉദ്ദേശം. എന്നിട്ടോ വതറക്കു അൽ ഹുദ, ഹുദയെ ഒഴിവാക്കി ലലാലത്തിനെ അവരെന്ത് ചെയ്തു? തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഇഖ്തിയാറിനെ അള്ളാഹു ഇവിടെ ഉപമിച്ചിട്ടുള്ളത് എന്തിനോടാണ്? ഇഷ്തിറാഇനോടാണ്. ഒരു കച്ചവടത്തോട് എന്ത് ചെയ്തു? ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇഷ്തറൗ അൽ-ലലാലത എന്നവിടെ പ്രയോഗിച്ചു. അപ്പോ ഇഖ്തിയാറിനെ ഇഷ്തിറാഇനോട് ഉപമിച്ചു. അപ്പൊ അതാണ് അവിടുത്തെ മജാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്തിആറ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം അപ്പൊ അവിടെ ഇസ്തിആറ അവിടെ പൂർത്തിയായി. ഇസ്തറൗ അൽ-ലലാലത ബിൽ ഹുദ എന്ന് പറയുമ്പോൾ അവിടെ ലലാലത്തിനെ അവർ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ വാങ്ങി. എന്തിനു പകരം? ബിൽ ഹുദ, ഹുദക്ക് പകരം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ മജാസ് ആയിട്ടാണ് ഈ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് അൽ-ലലാലത ബിൽ ഹുദ എന്നുള്ളതിൽ നിന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇസ്തിആറ അവിടെ പൂർത്തിയായി. എന്നിട്ട് പിന്നെ ഫമാ റബിഹത് തിജാറത്തുഹും എന്ന് വരുന്ന ഭാഗം. ഫമാ റബിഹത് തിജാറത്തുഹും എന്ന് വെച്ചാൽ അവരുടെ ആ കച്ചവടം എന്ത് ചെയ്തിട്ടില്ല? ലാഭം കൊയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ഫമാ റബിഹത് തിജാറത്തുഹും എന്ന് പറയുന്ന ആ വാചകം അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? മുഷബ്ബഹായിട്ട് ബന്ധപ്പെട്ടതാണോ? മുഷബ്ബഹ് ബിഹിയായി ബന്ധപ്പെട്ടതാണോ? ഫമാ റബിഹത് തിജാറത്തുഹും എന്ന് പറയുന്നത് അർ-റിബ്ഹ് അല്ലെങ്കിൽ അത്തിജാറ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇഖ്തിയാറായി ബന്ധപ്പെട്ടതാണോ? അതല്ല ഇഷ്തിറാ എന്ന മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ടതാണോ? ആ മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ടതാണ്. ഇഖ്തിയാർ എന്നതാണ് ഇപ്പൊ അവിടുത്തെ മുഷബ്ബഹ്. ആ ഇഖ്തിയാറിനെ എന്ത് ചെയ്യാണ്? മുഷബ്ബഹ് ബിഹിയായ ഇഷ്തിറാഇനോടാണ് ഇപ്പൊ ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇഖ്തിയാറിനെ അവിടെ കളഞ്ഞു. ഇവിടെ പറഞ്ഞത് എന്ത് മാത്രമാണ്? ഇഷ്തറോ എന്ന ആ മുഷബ്ബഹ് ബിഹിയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ മുഷബ്ബഹ് ബിഹിയുടെ മുലായിമാണ് ഇവിടെ റബിഹത് തിജാറത്തുഹും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്തിആറ മുറശ്ശഹയാണ്. ഇസ്തിആറ മുറശ്ശഹ എന്ന് വെച്ചാൽ മുഷബ്ബഹ് ബിഹിയുടെ മുലായിമാണ് ഇവിടെ പറയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്തിആറ മുറശ്ശഹയാണ്. അപ്പൊ ഇതും മനസ്സിലാക്കാൻ നമ്മൾ മുമ്പ് പഠിച്ച
അതിന് മുമ്പ് മനസ്സിലാക്കിയ ഒരു സ്ലൈഡ് ഒന്നുകൂടി ഇവിടെ കാണിക്കുകയാണ്. ഇസ്തിആറ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ തശ്ബീഹുൻ ബലീഗുൻ ഹുദിഫ അഹദു തൊറഫൈഹി അല്ലെ. അതിലിപ്പോ മുഹമ്മദുൻ കൽ ബഹരി എന്ന് പറഞ്ഞാൽ അതിപ്പോ തശ്ബീഹാണ്, തശ്ബീഹ് മുർസലാണ്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്തു, അദാത്ത് കളയപ്പെട്ടാൽ മുഹമ്മദുൻ ബഹറുൻ എന്ന് മാത്രമായി മാറും. എന്ന് വെച്ചാൽ തശ്ബീഹ് ബലീഗാണ്, തശ്ബീഹ് ബലീഗാണ്. ഇനി ഈ തശ്ബീഹ് ബലീഗിൽ നിന്നും ഏതെങ്കിലും ഒന്ന് കളയപ്പെടുക. ഏതുപോലെ റഅയ്തു ബഹറൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മുഹമ്മദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലിമ്, ആ ആലിമിനെ അവിടുന്ന് കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ എന്തിനോടാണോ ഉപമിച്ചിട്ടുള്ളത് ആ കാര്യത്തെ മാത്രം, അഥവാ മുഷബ്ബഹ് ബിഹിയെ മാത്രം അവിടെ പറയാണ്. റഅയ്തു ബഹറൻ എന്ന് മാത്രം പറയാണ്. അപ്പൊ ഇത് ഇസ്തിആറയാണ്. റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ എന്ന് പറയുന്ന പോലെ. അപ്പൊ അത് ഇസ്തിആറ. ഇനി റഅയ്തു ബഹറൻ ഫിൽ ജാമിഅത്തി യുൽഖി മുഹാളറ എന്നുകൂടി പറയാമെന്ന് വിചാരിച്ചോളി. അപ്പൊ അവിടെ റഅയ്തു മുഹമ്മദൻ കൽ ബഹരി ഫിൽ ജാമിഅത്തി എന്നാണ് താല്പര്യം. പക്ഷെ അവിടെ ആ മുഹമ്മദ് എന്ന മുഷബ്ബഹിനെ പറഞ്ഞിട്ടില്ല, മറിച്ച് മുഷബ്ബഹ് ബിഹിയായ ബഹറിനെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പിന്നെ യുൽഖി മുഹാളറത്തൻ എന്നുകൂടി അവിടെ പറയാണ്. അപ്പൊ യുൽഖി മുഹാളറ എന്ന് പറയുന്ന ആ വാചകം ഏതുമായി ബന്ധപ്പെട്ടതാണ്? മുഹമ്മദായി ബന്ധപ്പെട്ടതാണോ, അതല്ല ഇവിടെ പറയപ്പെട്ട ബഹറുമായി ബന്ധപ്പെട്ടതാണോ? മുഹമ്മദുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇസ്തിആറ മുജറദയാണ്, ഇസ്തിആറ മുജറദയാണ്. ഇനി മുലായിമുൽ മുഷബ്ബഹാണ് ഇപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇസ്തിആറ മുജറദയാണ്. ഇനി റഅയ്തു ബഹറൻ ഫിൽ ജാമിഅത്തി അമീഖൻ ഖഅറുഹു എന്ന് പറഞ്ഞു വിചാരിച്ചോളി. എന്ന് വെച്ചാൽ നല്ല ആഴത്തിലുള്ള ഒരു ബഹറിനെയാണ് എന്ത് ചെയ്തത്, ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ആ ഒരു പണ്ഡിതന്റെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ അറിവ് നല്ല ആഴത്തിലുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ ബഹർ എന്ന മുഷബ്ബഹ് ബിഹിയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ മുലായിമാണ് അമീഖൻ ഖഅറുഹു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം അത് മുലായിമുൽ മുഷബ്ബഹ് ബിഹിയാണ്, മുലായിമുൽ മുഷബ്ബഹ് ബിഹിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തേത് മുഷബ്ബഹിന്റെ മുലായിമായതുകൊണ്ട് അത് ഇസ്തിആറ മുജറദയാണ്. രണ്ടാമത്തേത് മുഷബ്ബഹ് ബിഹിയുടെ മുലായിമായതുകൊണ്ട് അത് ഇസ്തിആറ മുറശ്ശഹയാണ്. പിന്നെ അടുത്തത് ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചോളി. റഅയ്തു ബഹറൻ ഫിൽ ജാമിഅത്തി അമീഖൻ ഖഅറുഹു യുൽഖി മുഹാളറ. എന്നുവെച്ചാൽ അവിടെ രണ്ടിന്റെയും മുലായിം അവിടെ പറഞ്ഞു. ബഹറിന്റേതും വന്നു, അതേപോലെ തന്നെ കളയപ്പെട്ട മുഷബ്ബഹ്, അതിപ്പോ മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദിന്റെ ആ ഒരു മുലായിം അവിടെ പറഞ്ഞു, യുൽഖി മുഹാളറ എന്ന്. അപ്പൊ രണ്ടിന്റേതും വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഇസ്തിആറ മുത്ലഖ എന്ന് പറയും. അഥവാ മുലായിമുൽ മുഷബ്ബഹി വൽ മുഷബ്ബഹ് ബിഹി രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്തിആറ മുത്ലഖ എന്ന് പറയും. ഇനി രണ്ടും പറഞ്ഞില്ല എന്ന് വിചാരിച്ചോളി. റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ഏത് തന്നെയാണ്? ഇസ്തിആറ മുത്ലഖയാണ്. അങ്ങനെയാണ് ഇപ്പൊ സാധാരണ നമുക്കിപ്പോ ബലാഗത്തുൽ വാദിഹയിലൊക്കെ പറയുന്നുള്ളൂ. അഥവാ രണ്ടിന്റെയും മുലായിമ് പറയാത്തതിനാണ് ഇസ്തിആറ മുത്ലഖ എന്നാണ് ബലാഗത്തുൽ വാദിഹയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടെ രണ്ടിന്റേത് പറഞ്ഞാലും എന്ത് ഇസ്തിആറ മുത്ലഖയാണ് എന്നുള്ളത് കൂടി അതിനോടനുബന്ധമായി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാ അപ്പൊ അതിൽ ആദ്യത്തേത് റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ എന്ന് പറയുന്നത് ഇസ്തിആറ മുത്ലഖുള്ള മിസാലാണ്. ഏതുപോലെ? അവസാനത്തേത് വന്ന പോലെ തന്നെ രണ്ടിന്റെ മുലായിമ പറഞ്ഞാലും രണ്ടിന്റേത് പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ഇസ്തിആറ മുത്ലഖ തന്നെയാണ്. ഇനി അവസാനത്തെ ചോദ്യം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബലാഗയിൽ നിന്ന് വന്ന അവസാനത്തെ ഒരു ചോദ്യമാണ്. അൽ കിനായത്തു ഹിയ. കിനായ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അൽ കിനായത്തു ഹിയ ലഫ്ളുൻ ഉരീദ ബിഹി ഗൈർ മഅനാഹുൽ ഹഖീഖി മഅ വജൂദി ഖരീന. ലഫ്ളുൻ ഉരീദ ബിഹി ലാസിമ മഅനാഹുൽ ഹഖീഖി ഉസ്നിദൽ ഫിഅൽ ഔ മാ ഫി മഅനാഹു ഇലാ ഗൈരി മാ ഹുവ ലഹു മജാസ് മുർസൽ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഇതിൽ ഏതും ഇപ്പൊ ശരിക്കതായിട്ട് കറക്റ്റായി യോജിച്ച് വരുന്നതില്ല. കാരണം കിനായ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ നിർവചനമാവണമെങ്കിൽ എന്ത് വേണം?
കിനായ മജാസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മജാസിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു കരീനത്തുണ്ടാവും. ആ കരീനത്താണ് യഥാർത്ഥ അർത്ഥത്തെ തൊട്ട് തടയുന്ന പദമായിട്ട് അവിടെ വരിക. എന്നുവെച്ചാൽ ഒരു പദം പ്രയോഗിക്കുന്നു, ആ പദത്തിന് സ്വാഭാവികമായിട്ടും അവിടെ സാന്ദർഭികമായി ഒരു അർത്ഥം അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാവും. യഥാർത്ഥ അർത്ഥം വേറെയായിരിക്കും. അപ്പൊ ആ യഥാർത്ഥ അർത്ഥത്തിലല്ല അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സാഹചര്യ തെളിവ് കരീനത്ത് അവിടെ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ നമ്മള് റഅയ്തു ബഹറൻ ഫിൽ ജാമിഅ എന്ന് പറഞ്ഞ പോലെ, അപ്പൊ അവിടെ ഫിൽ ജാമിഅ എന്ന് കണ്ടതോടുകൂടി ഞാൻ കണ്ടത് ആരെയല്ല? യഥാർത്ഥ ബഹറിനെ അല്ല എന്ന് ആ ഒരു കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ സാധിക്കും. കാരണം ജാമിഅയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഏതോ ഒരാളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ ഫിൽ ജാമിഅ എന്ന് പറയുന്നതാണ് അവിടുത്തെ കരീനത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതുണ്ടായിരിക്കും എന്തില്? മജാസിൽ എപ്പോഴും ഈ ഒരു കരീനത്ത് ഉണ്ടാവും. എന്നാൽ ഇതേപോലെ തന്നെയാണ് കിനായയും. കിനായയും എന്താണെന്ന് വെച്ചാൽ ഒരു പദം പറയാ, അതിന്റെ അനുബന്ധ അർത്ഥം ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ അനുബന്ധ അർത്ഥം ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ എന്തും പറ്റും? യഥാർത്ഥ അർത്ഥവും വേണമെങ്കിൽ അവിടെ ഉദ്ദേശിക്കുക. കാരണം അവിടെ ഇതേപോലെ കരീനത്തൊന്നും ഉണ്ടാവില്ല. ഏതുപോലെ? ഇപ്പോ റഅയ്തു ഫുലാനൻ, റഅയ്തു ഫുലാനൻ, പിന്നെ തൊവീലുൻ നജാദ് എന്ന് പറയാണ്. എന്നുവെച്ചാൽ വാളുറ നീളമുള്ള ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയാം. അല്ലെങ്കിൽ റഅയ്തു ഫുലാനൻ, നമ്മളെ ഹൻസ പറഞ്ഞ പ്രയോഗങ്ങളുണ്ടല്ലോ, തൊവീലുൻ നജാദ്, റഫീഉൽ ഇമാദ്, അതേപോലെ കസീറുർ റമാദ്. അല്ലെ, റഅയ്തു ഫുലാനൻ കസീറുർ റമാദ് എന്ന് പറയാണ്. ധാരാളം ചാരമുള്ള ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയാണെന്ന് വിചാരിച്ചോളി. അപ്പൊ അവിടെയൊക്കെ കരീനത്ത് വേറൊന്നും പറയുന്നൊന്നുമില്ല. അപ്പം കസീറുർ റമാദ് എന്ന് പറഞ്ഞാൽ ധാരാളം ചാരമുള്ള ആൾ എന്നാണ്. അപ്പൊ ധാരാളം ചാരമുള്ള ആൾ എന്ന ആ ഒരു യഥാർത്ഥ അർത്ഥവും വേണമെങ്കിൽ ഉദ്ദേശിക്കാം. പക്ഷെ അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാസിമായിട്ടുള്ള അർത്ഥമാണ്. അതിന്റെ അനുബന്ധമായ ഒരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? ധാരാളം ചാരമുണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് വിറക് കത്തിക്കണം. ഒരുപാട് വിറക് വെറുതെ കത്തിക്കൂല, മറിച്ച് ഒരുപാട് ആളുകൾക്ക് പാചകം ചെയ്തു കൊടുക്കാനാണ് സ്വാഭാവികമായിട്ടും വിറക് കത്തിക്കുക. ഒരുപാട് പാചകം വെറുതെ ചെയ്യൂല, മറിച്ച് ഒരുപാട് ആളുകളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടേ സാധാരണഗതിയിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുള്ളൂ, പാചകം ചെയ്യുള്ളൂ. അപ്പൊ അവിടെ താല്പര്യം എന്താണ്? അയാൾ ഒരുപാട് ആളുകളെ ഭക്ഷിപ്പിക്കുന്ന നല്ല ഒരു ഉദാരവാനാണ്. എന്നുവെച്ചാൽ അന്നഹു ജവാദുൻ അല്ലെങ്കിൽ അന്നഹു സമാഹുൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു അനുബന്ധമായ പദമാണ് ഇപ്പോൾ അവിടെ എന്ത് ചെയ്തത്? പറഞ്ഞിരിക്കുന്നത്, കസീറുർ റമാദ് എന്നുള്ളത്. അപ്പോ ഇതേപോലെ പറയുന്നതിനാണ് കിനായത്ത് എന്ന് പറയാം. അപ്പൊ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ആ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശിക്കാം. കസീറുർ റമാദ്, ധാരാളം ചാരമുള്ള ആളാണ് എന്ന അർത്ഥവും അവിടെ ഉദ്ദേശിക്കാം. കാരണം എന്താ? അവിടെ വേറെ കരീനത്തൊന്നും വരാത്തത് കൊണ്ട്. അപ്പൊ അതാണ് അതിന്റെ താരീഫ്. പക്ഷെ അങ്ങനെ ഒരു താരീഫ് ഇപ്പൊ ഇതിലില്ല. പിന്നെ ഇപ്പോ ചെറിയൊരു ഭാഗം ഇത് വിട്ടുപോയതാണ് ഇവിടെ ഈ കൊടുത്തത്. അതാണ് ഇപ്പൊ ആൻസർ കീയിൽ വന്നത്. അതായത് ലഫ്ളുൻ ഉരീദ ബിഹി ലാസിമ മഅനാഹു, അത്ര ഒക്കെയാണ്. പിന്നെ ബാക്കിയുള്ളവിടത്ത് എന്തുകൂടി വരണം? അവിടെ ഇപ്പൊ അൽ ഹഖീഖി എന്നതിന് മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണ്? ഇപ്പൊ ഉരീദ ബിഹി ലാസിമ മഅനാഹു മഅ ജവാസി ഇറാദത്തിൽ മഅന അൽ ഹഖീഖി എന്നാണ്. അതായത് യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കൽ അനുവദനീയമാവലോട് കൂടെ, മഅ ജവാസി ഇറാദത്തിൽ മഅന അൽ അസ്ലി അല്ലെങ്കിൽ അൽ ഹഖീഖി. കാരണം എന്താ? ലി അദമി വുജൂദി ഖരീനത്തിൻ മാനിയ, അവിടെ ഒരു ഖരീനത്ത് അവിടെ വരാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ അർത്ഥം ആണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുകയും ചെയ്യാം. അപ്പൊ കിനായത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ, അതൊരു ലഫ്ലാണ്. ഒരു ലഫ്ദിൽ എന്ത് ചെയ്യുക? പ്രയോഗിക്കുക. ആ ലഫ്ദ് പറയുന്നതോട് കൂടെ എന്ത് ചെയ്യാം? ഉരീദ ബിഹി ലാസിമ മഅനാഹു, അതിന്റെ യഥാർത്ഥ അർത്ഥാവില്ല, മറിച്ച് അതിന്റെ ഒരു അനുബന്ധ അർത്ഥമായിരിക്കും അവിടെ ഉദ്ദേശിക്കുക. കസീറുർ റമാദ് എന്ന് പറയുന്ന പോലെ. അപ്പൊ കസീറുർ റമാദ് എന്ന് പറഞ്ഞാൽ ധാരാളം ചാരമുള്ള ആൾ എന്നാണ് അവിടെ അർത്ഥമെങ്കിലും ആ യഥാർത്ഥ അർത്ഥമല്ല, മറിച്ച് അദ്ദേഹം നല്ല ഉദാരവാനാണ്, ജവാദാണ് എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അനുബന്ധമായ അർത്ഥം ഉദ്ദേശിക്കുക, അതിനാണ് കിനായത്ത് എന്ന് പറയുന്നത്. എന്നാലോ വേറെ അവിടെ
ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കരീനത്ത് അവിടെ പ്രയോഗിക്കാത്തത് കൊണ്ട് മാ ജവാസി ഇറാദത്തിൽ മാന അൽ അസ്ലി അല്ലെങ്കിൽ അൽ ഹഖീഖി, യഥാർത്ഥ അർത്ഥവും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഉദ്ദേശിക്കുകയും ചെയ്യാം. അത്തരം പ്രയോഗങ്ങൾക്കാണ് എന്ത് പറയുന്നത്, അൽ കിനായ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണിപ്പോ കിനായയുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോ വിട്ടുപോയതായിരിക്കും ആ ഒരു മാ ജവാസി ഇറാദത്തിൽ മാന എന്ന് പറയുന്ന ഭാഗം. ശരി, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതായിരുന്നാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവുന്നതിലപ്പുറം ഇനി വരാനിരിക്കുന്ന എക്സാമുകളിൽ പരമാവധി നല്ല രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനനുസരിച്ച് പഠനത്തെ ക്രമീകരിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ തന്നെ കോൺഫിഡൻസോടുകൂടി പഠിച്ചു പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം ആക്റ്റീവായി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വഇലാ ഹുനാ അത്റുകുക്കും ഫി റായത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.